ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നൊരു അടിപൊളി ബോണ്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 3 വലിയുള്ളി, അതേപോലെ ഒരു 3 ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മക്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബോണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിങ്ങനെ അധിക ദിവസം കടയിൽ നിന്ന് വാങ്ങി കൊടുക്കില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഇന്നിപ്പോൾ ഏതായാലും വീട്ടിൽ ഉണ്ടാക്കി തരാമെന്ന്, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിൽ ഞാൻ ഈ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ഒന്ന് അല്പം ഉപ്പും ചേർത്തിട്ടൊന്ന് വാടാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വാടി വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയുടെ ജാറിൽ, അതുകൊണ്ടാണ് ഈ ഒരു കറുപ്പ് കളർ കേട്ടോ. അപ്പോൾ ആ ഒരു ജാറിൽ പൊടിച്ചുകൊണ്ട് ആണ് അതിന് ശേഷം ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതിനെ കൊണ്ടാണ് ഇത് കറുപ്പ് കളർ വന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് പെരുജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ഉള്ളിയുടെ അളവിനനുസരിച്ചൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ, അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതാക്കുന്ന ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട്, ഇതിൽ കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ നല്ലോണം സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഞാൻ മൈദയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഇതിലും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ബോണ്ടൻ്റെ പുറമുള്ള തൊലി ഉണ്ടല്ലോ, ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു 1.5 ടീസ്പൂണ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഒരു 2 ടീസ്പൂണ് തൈര്, ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഉണ്ടല്ലോ, ഫുള്ളായിട്ടില്ല കേട്ടോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. പത്തിരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി കിട്ടും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ ഈ ഒരു മാവ് കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇതിന് വേണ്ടത്. കട്ടി കൂടിയാൽ നമ്മളെ ബോണ്ട ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ ചൂടണിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പുഴുങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ അത് തൊലി ഇളക്കിയെടുക്കുക നല്ല സുഖമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ കൂടുതൽ പുഴുങ്ങാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്നൊരു വരട്ടെടുത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ചൂടാറുമ്പോൾ പെട്ടെന്ന് തന്നെ തൊലി പോക്കാൻ കഴിയും. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബോണ്ടൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു സമയം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പോൾ അതാ കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം ഞാനൊരു ഉരുളിച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ബോണ്ട ചുട്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ അതാക്കുന്ന എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മസാല ഉണ്ടല്ലോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അന്ന് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഞാനിത് ഈ ഒരു മാവിലിട്ടൊന്ന് മുക്കിയെടുക്കുകയാണ്. മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, തീ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ ബോൾസും ഇതേപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് മസാല ഉണ്ടാക്കേണ്ട റിസ്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ മക്കൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സുഖമാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ 2 ഭാഗവും ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നമ്മുടെ ബോണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ല പുറമെ നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.